ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, VV Entertainment എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ റെനോഡ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള വാഹനം എന്ന് പറയുന്നത് കൈഗർ എന്ന വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഇത് കൈഗറിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആണ്. അതായത് RXL എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം ഇതൊരു വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ നമുക്ക് പറയാം. കാര്യം ഈ ഒരു വാഹനം നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇപ്പോൾ അലോയോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു സാധാരണ ഒരു ഫാമിലി പർപ്പസിന് അത്യാവശ്യം കൊണ്ടുവരാൻ പറ്റിയൊരു വാഹനം തന്നെയാണ്. കാര്യം എക്സ്ട്രാ ഒന്നും തന്നെ ചെയ്യേണ്ട, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആരെങ്കിലുമൊക്കെ വാഹനം വാങ്ങാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പരിഗണിക്കാവുന്ന മോഡൽ തന്നെയാണ്. താഴത്തെ ഒരു നമ്പറുണ്ട്, അതിൽ വിളിച്ച് കയ്യോടെ തന്നെ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാൻ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം അർഷാദ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി പ്രൈസിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് മാനുവലും ഉണ്ട്, നമുക്ക് ഓട്ടോമാറ്റിക്കലും ഈ ഒരു വേരിയൻറ്റ് നമുക്ക് കിട്ടും. പ്രൈസ് മാനുവലാണ് എന്നുണ്ടെങ്കിൽ 8,02,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതായത് 8 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ ലിമിറ്റഡ് എഡിഷൻ വാഹനവും നമുക്ക് വരുന്നുണ്ട്. അതായത് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞൊരു വാഹനം കൂടി ഉണ്ട്. അതിന് ഇതിനെക്കാട്ടി കുറച്ചുകൂടി പ്രത്യേകതകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഡുവൽ ടോൺ കിട്ടും, നമുക്ക് ഗ്രില്ലിലൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നു, ഇൻഫോർമേഷൻ സിസ്റ്റം ടച്ച് സ്ക്രീൻ ആയിരിക്കും, റിവേഴ്സ് ക്യാമറ കിട്ടും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ആഡ് ഓൺ ആയിട്ട് കിട്ടും. അതിൻ്റെ പ്രൈസ് വരുന്നത് 8,19,000 ആണ്. അതായത് നോർമൽ വാഹനത്തിന് 8,02,000, ലിമിറ്റഡ് എഡിഷന് 8,19,000 വരുന്നുണ്ട്. ഇനി AMG അതായത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്നുണ്ട്. അതായത് നോർമൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 8,61,000 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. ഇനി ലിമിറ്റഡ് വേണമെന്നുണ്ടെങ്കിലോ 8,78,000 നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനം കിട്ടും. അതായത് ലിമിറ്റഡ് എഡിഷൻ വാഹനം കാണുന്ന സമയത്ത് ഒരു ഫുൾ ഓപ്ഷൻ വാഹനം കാണുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും ആ ഒരു വാഹനം. അതായത് നിങ്ങൾ എക്സ്ട്രാ ഒന്നും തന്നെ ആ ഒരു വാഹനത്തിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ആ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ലിമിറ്റഡ് എഡിഷൻ വാഹനവും പരിഗണിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ്. നിങ്ങൾക്ക് താഴത്തെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇട്ടുതരും. ഈ ഒരു വാഹനത്തിന് മാനുവൽ എടുക്കണമെങ്കിൽ 80,000 രൂപ അടച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 7 വർഷം വരെ ഫിനാൻസ് നമുക്ക് കിട്ടും. ഒരു 12,000 റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു EMI നമുക്ക് വരുന്നത്. അത്ര മാത്രമേ ഉള്ളൂ EMI കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു ബ്ലൂ കളറാണ് കിടക്കുന്നത്. അപ്പോൾ ലിമിറ്റഡ് എഡിഷൻ ഞാൻ പറഞ്ഞു നമുക്ക് ഡുവൽ ടോൺ കൂടി നമുക്ക് കിട്ടും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്ററും ലൈറ്റും കാര്യങ്ങളെല്ലാം ആ ഒരു പോർഷനിലായിട്ട് നൽകി. ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ല ആ ഒരു ക്രോം എലമെൻറ്റ് ആ ഒരു ഗ്രില്ലിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ലിമിറ്റഡ് എഡിഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ അവിടെ വരും. റെനോയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലും തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ആ ഒരു ഹെഡ്ലാം യൂണിറ്റ് കമ്പനി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ആ ഒരു ഹെഡ്ലാം യൂണിറ്റും കമ്പനി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു SUV ടൈപ്പ് വാഹനം കാണുന്നത്, അതായത് SUV വാഹനം തന്നെയാണ്. അതിൻ്റെ ഒരു ഗാംഭീര്യം എല്ലാം നമുക്ക് കാണാം. ആ ഒരു ഹുഡിൻ്റെ പോർഷനാണ് അത്യാവശ്യം നല്ല ക്യാരക്ടർ ലൈൻസും ഒക്കെ നമുക്ക് ആ ഒരു കട്ടിങ്സ് കാര്യങ്ങളും എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. വൈപ്പറിൻ്റെ വാഷർ നോസിൽ അവിടെയായിട്ട് പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു വലുപ്പവും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ലിമിറ്റഡ് എഡിഷനിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെക്സി വീലായിരിക്കും നമുക്ക് വരുന്നത്. ഇതിപ്പോൾ നോർമൽ വാഹനമാണ്, ലിമിറ്റഡിലേക്ക് പോയാൽ ഫ്ലെക്സി വീൽ കിട്ടും. അപ്പോൾ അതിൻ്റെ വീൽ കപ്പാണ്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അലോയ് അല്ലത് വീൽ കപ്പ് തന്നെയാണ്. പക്ഷേ അലോയ് പോലെ തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത്. അതായത് എക്സ്ട്രാ പിന്നെ നിങ്ങളൊന്നും തന്നെ ഇടേണ്ട ആവശ്യം വരുന്നില്ല. സീറ്റിൻ്റെ ടയറാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 16 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത്. 195/60R16 ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ വരുന്നത്. ഇനി ജസ്റ്റ് ലെങ്തിലേക്കൊക്കെ ഒന്ന് കിടക്കാം. 3991 mm ഇതിൻ്റെ ലെങ്ത് വരുന്നത്. 1750 mm വിത്തും 1605 mm ഹൈറ്റും 2500 mm വീൽ ബേസും 205 mm ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നു. അപ്പോൾ 205 mm എന്നുള്ള നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ടറിൻ്റെ പോർഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് ചെറിയൊരു എലമെൻറ്റ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻ്റ് ഒക്കെ നൽകി. പിന്നെ പറയേണ്ട ഒരു കാര്യം, മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. അത് മാത്രമല്ല ഒരു മിറർ വരുന്നത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തു. ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർ ഹാൻഡിൽ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. റൂഫ് റെയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മറ്റൊരു വാഹനത്തിലേക്കൊക്കെ പോയിക്കഴിഞ്ഞാൽ ആക്സസറീസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇൻബിൽഡ് ആയിട്ട് കമ്പനി തന്നെ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം വലിപ്പം വരെ ഗ്ലാസ് ഏരിയയൊക്കെ തന്നെ വരുന്നു. ക്യാരക്ടർ ലൈൻസൊക്കെ നല്ല രീതിയിൽ വരുന്നു. താഴ്ഭാഗത്തൊക്കെ ഒരു ബ്ലാക്ക് സ്റ്റിക്കറിങ്ങും ബ്ലാക്ക് ക്ലാഡിങ്ങും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാ വാഹനങ്ങളിലും XUV ടൈപ്പ് വാഹനങ്ങളിൽ ക്ലാഡിംഗ് ഒക്കെ വരുന്നതാണ്. ഇനി നമുക്ക് റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് നല്ല രസമുണ്ട് റിയർ സൈഡ് കാണാനായിട്ട്. ഷാർഫിൻ ആൻറ്റിനെയാണ് ആ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. സ്പോയിലറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പിൽ നമുക്ക് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ കൈഗർ റെനോയുടെ ഒരു ലോഗോയും കൈഗറിനൊരു ബാഡ്ജിങ്ങും ഒക്കെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സെൻസർ നൽകിയിട്ടുണ്ട്. അതായത് അകത്ത് പോയി ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പാഴ്സൽ ട്രേ നമുക്ക് അവൈലബിൾ ആണ്.
നല്ല രീതിയിലുള്ള ബോട്ട് സ്പേസും ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ പാർസൽ ട്രേ പോലും നമ്മൾ എക്സ്ട്രാ വാങ്ങി വെക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അതുപോലും ഇൻബിൽഡായിട്ട് കമ്പനി തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനും നല്ല രസമുണ്ട് കാണാനായിട്ട്. സി ടൈപ്പ് എന്നോ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസൈനെ വിളിക്കാം. സെൻസറും കാര്യങ്ങളൊക്കെ നൽകി താഴ്ഭാഗമൊക്കെ ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡോർ പാഡ്. അതായത് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ 4 ഡോർ പവർ വിൻഡോ നമുക്ക് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ മിറർ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതും നല്ലൊരു കാര്യം തന്നെ. ആ ഒരു ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു സീറ്റിൻ്റെ ഒരു കളർ തീമൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി ലൈറ്റ് കളർ നൽകിയിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട് പോർഷൻ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെയാണ് വരുന്നത്. റിയർ സീറ്റിലേക്ക് കയറി അവിടെ എങ്ങനെയാണെന്നുള്ളത് റിയർ സീറ്റിലേക്ക് കയറിയതിന് ശേഷം നമുക്ക് നോക്കാം. അതേപോലെ സെൻട്രൽ ലോക്ക് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൽ. ഇനി അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഒരു വ്യൂ വരുന്നത്. കണ്ടോ, നല്ല രീതിയിൽ കണ്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് നൽകിയിട്ടുള്ളത്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. എന്നിരുന്നാലും അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ളിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെ നൽകി. അതിനുള്ളിൽ തന്നെ റെനോയുടെ ഒരു ലോഗോ വരുന്നുണ്ട്. 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാൻ വാഹനം ഒന്ന് ഓണാക്കി കാണിക്കാം. ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ വ്യൂ എങ്ങനെയാണെന്നുള്ളത്. ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. കാരണം നല്ല രസമുണ്ട് അത് ഓണായി വരുന്നതൊക്കെ കാണാനായിട്ട്. ആ ഒരു ബ്ലൂ ലൈനിങ് വൈറ്റ് ലൈനിങ് എല്ലാം വരുന്നു. റെനോൾട്ട് എന്നൊരു ലൈനിങ് കൂടെ അതിനുള്ളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആണ് ഈ ഒരു എ സി വേന് ചുറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഡാഷ്ബോർഡിൽ നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് അവൈലബിൾ ട്യൂഡിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് കൊണ്ടുപോയി ടച്ച് സ്ക്രീനൊക്കെ കയറ്റാം. ഇപ്പം നിലവിൽ നമുക്ക് ഇതാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ടാഷൻ കൊണ്ടുകൊണ്ട് ബട്ടനും ഹസാഡിൻ്റെതൊക്കെ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. എ സിയുടെ കൺട്രോൾസ് ഒക്കെ നൽകിയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു പോർഷനിലായിട്ട്. ഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. 5 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. നമുക്ക് അത് കൂടാതെ തന്നെ ആംറസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് തന്നെ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനുള്ളിലായിട്ട് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആംറസ്റ്റ് ഒക്കെ നൽകിയിട്ടുള്ള നല്ലൊരു കാര്യം തന്നെ നമുക്ക് അത്രത്തോളം ആ ഒരു ഡ്രൈവിംഗ് സമയത്ത് അത്രത്തോളം നമുക്കൊരു കംഫർട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നല്ല സ്റ്റോറേജ് സ്പേസ് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു മിറർ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. ടോപ്പിലായിട്ട് ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. മിററും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞാനിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിനനുസരിച്ച് ഈ ഒരു സീറ്റ് ഇട്ടോട്ട് എന്നിട്ട് നമുക്ക് റിയർ സീറ്റിലേക്ക് കയറാം. ഓക്കെ, അപ്പം മോശമില്ലാത്ത രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്കുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് റിയർ സീറ്റിൽ കയറി അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, റിയർ സീറ്റിലേക്ക് വരാം. അപ്പോൾ ഓൾറെഡി 4 ഡോർ പവർ വിൻഡോയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം ഈ ഒരു പോർഷനിലായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസും ഒക്കെ കമ്പനി നൽകിയിട്ടുണ്ട്. അകത്തേക്ക് ഇരിക്കാം. അകത്തേക്ക് കണ്ടേ, ഇത് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് അനുസരിച്ച് ഇട്ടൊരു സീറ്റാണിത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രത്തോളം സ്പേസ് നമുക്ക് ഞാൻ കുറച്ച് ശകലം പുറകിലേക്ക് ഇട്ട് തന്നെയാണ് വാഹനം ഓടിക്കാറുള്ളത്. ഒരുപാട് അങ്ങ് ഫ്രണ്ടിലേക്ക് ഇട്ടല്ല. ഇന്ന് ആ ഒരു സമയത്ത് ഇത്രത്തോളം സ്പേസ് വരും. എനിക്ക് നല്ല വിശാലമായിട്ട് എനിക്കിരിക്കാൻ ഇത്രയും നല്ല കംഫർട്ടായിട്ട് എനിക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ അല്ല ഹെഡ് റെസ്റ്റ്, നോർമൽ ഹെഡ് റെസ്റ്റ് ആണ്. പക്ഷേ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്. ഈ സ്പേസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടാണ് ഇരിക്കാം. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഇവിടുന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. റിയർ AC ഇവൻറ്റ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ചാർജിങ് സോക്കറ്റ് കൂടി നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെ. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ആംറസ്റ്റ് നൽകി, റിയർ AC വെൻറ്റ് നൽകി, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതെല്ലാം കമ്പനി ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ആലോചിക്കുക, ഇതിൻ്റെ കൂടെ നമ്മൾ ലിമിറ്റഡ് എഡിഷൻ വാഹനം കൂടിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ കിട്ടും. കാര്യം റിവേഴ്സ് ക്യാമറ കിട്ടും, അത് ടച്ച് സ്ക്രീൻ നമുക്ക് കിട്ടും. അതേപോലെ ഫ്ലെക്സിബിലിറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് അലോയ് പോലെ തോന്നും. പക്ഷേ വീൽക്കപ്പ് തന്നെയാണ്, പക്ഷേ അലോയ് പോലെ ആയിരിക്കും അത് ഇരിക്കുന്നത്. അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പിന്നെ ഡുവൽ ടോണിലേക്ക് വാഹനം മാറുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് അതിനുള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പ്രൈസൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൂടെ കൊടുത്ത്, അതായത് പുറത്ത് കൊണ്ടുപോയി ഒന്നും ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ആ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൂടെ കൊടുത്തിട്ട് ആ ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനം തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ബുക്ക് ചെയ്ത് സ്വന്തമാക്കാനായിട്ട് നോക്കുക. ജസ്റ്റ് ഞാൻ എഞ്ചിൻ റൂം ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് അടുത്തടുത്ത വേരിയന്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ടെർബോയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞേക്കാം, ഇതൊരു നോർമൽ വാഹനമാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് CVT ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചൂസ്, ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനുള്ളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസാരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് വരാം. പ്രൈസ് ഇപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് ഇല്ല, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് വരാം. CVT ഒക്കെ വേണമെന്നുള്ളവർക്ക്, ടെർബോ ഒക്കെ വേണമെന്നുള്ളവർക്ക് അടുത്തടുത്ത വേരിയന്റുകളുണ്ട്.
ഇപ്പോൾ എഞ്ചിനിലേക്ക് ഒരു സമയത്ത് 1 ലിറ്ററാണ് 3 സിലിണ്ടർ, ഒരു 72 PS 96 Nm ടോർക്കുമാണ് വരുന്നത്. ഒരു 19-20 റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് കമ്പനി പറയുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല, പെട്രോളിൽ മാത്രം നമുക്ക് കിട്ടുകയുള്ളൂ, ഡീസലൊന്നും നമുക്കില്ല, അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേക്കാം. ലിമിറ്റഡ് എഡിഷൻ്റെ കാര്യമൊക്കെ തന്നെയാണ്, അതിനെ ഒന്ന് രണ്ട് വട്ടം പറഞ്ഞിട്ടുണ്ട്. വേറൊന്നിന് വേണ്ടിയിട്ടല്ല, ആരെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് അറിയാതിരിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അറിയുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു പേയ്മെൻറ്റ് കൊടുത്ത് ലിമിറ്റഡ് എഡിഷനിലേക്ക് തന്നെ വരാവുന്നതാണ്. കുറച്ച് നാളത്തേക്കേ കാണത്തുള്ളൂ. വേറൊന്നുമില്ല പറയാനായിട്ട്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരും. അതിലെല്ലാ കൂട്ടുകാർക്കും ബൈ.